ഈ ദിവസം വളരെ ഭയങ്കര മൂമെൻ്ററി ആയിട്ടുള്ളൊരു വിഷ്വലായിരുന്നു. അതായത് താങ്കളുടെ അകത്തേക്ക് ആര്യാടൻ ഷൗക്കത്ത് വരുന്നു, കെട്ടിപ്പിടിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ പറയാനൊരു കാരണമാണ്, അതിന് തൊട്ട് മുമ്പ് സ്വരാജും ഷൗക്കത്തും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു വിഷ്വൽ വന്നിരിക്കുകയായിരുന്നു. അദ്ദേഹം കുറേ കെട്ടിപ്പിടിച്ചല്ലോ ജോയിയെ, പല ഘട്ടത്തിലും കെട്ടിപ്പിടിച്ചു. ജോയ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ പോഡിയം അടക്കം പിടിച്ച് കെട്ടിപ്പിടിച്ച്, ജോയ് ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കൽ അതാണ്. അതുകൊണ്ട് ഞാൻ കൈ കൊടുത്തു, വളരെ മാന്യമായി പുഞ്ചിരിച്ച് ഷെയ്ക്കാൻ്റെ ഇത് ഞാൻ കൈ മാന്യമായി കൊടുത്തു. ഇപ്പോൾ കോൺഗ്രസ്സുകാരിലെ ചില അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച 2021 ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അന്ന് DCC പ്രസിഡൻ്റായ പ്രിയപ്പെട്ട VP അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ ഔദ്യോഗിക ആദ്യത്തെ കൺവെൻഷനിലേക്ക് ഷൗക്കത്ത് കയറി വരുമ്പോൾ ഈ VP പ്രകാശ് മാന്യമായ അദ്ദേഹം സ്വീകരിക്കാൻ കൈ കൊടുക്കും, കൈ തട്ടിയിട്ടാണ് പോയത്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മാന്യമായി കൈ കൊടുത്തു. പുള്ളിയുടെ നമസ്കാരമല്ല എനിക്കില്ല, പുള്ളി അടുത്ത് ദൃഢ രാഷ്ട്ര ആലിംഗനത്തിനാണ്, അതിന് ഞാനില്ല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. സ്വരാജിനെ കണ്ടാലും ഇന്ന് കാണാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ അപ്പോഴും ഈ സമീപനം തന്നെ ആയിരിക്കുമോ? സ്വരാജ് ഞാൻ ഒരിക്കലും കെട്ടിപ്പിടിച്ചിട്ടില്ല, അങ്ങനെ നല്ല സൗഹൃദമുണ്ട്, ഞാൻ ഷെയ്ക്കാൻ എന്നും ചെയ്യും. ആ കെട്ടിപ്പിടിക്കൽ ഞങ്ങൾ നോക്കിയാൽ സ്വരാജ് അല്ല കെട്ടിപ്പിടിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്ന ആരാണ്? ഷൗക്കത്താണ്. ഈ സ്വരാജിനോട് ഇന്ന് രാവിലെ മുതൽ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും സ്വരാജിനെ കുറിച്ച് വ്യക്തിപരമായി വിമർശിക്കാൻ താങ്കൾ തയ്യാറാകുന്നില്ല, പ്രത്യേകിച്ച് പത്രത്തിലെ പരസ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും. എനിക്ക് രാഷ്ട്രീയപരമായ വ്യത്യാസമുള്ളൂ. അദ്ദേഹമൊക്കെ പിണറായിയെ തിരുത്തേണ്ട ആളാണ്. ലോകത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച യുവാക്കളാണ്. നല്ല ബുദ്ധിയും വിവരം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, അറിവുണ്ട്. ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ എന്താ പറയുക പൊളിറ്റിക്സൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പാർട്ടിയിൽ നടക്കുന്ന ഇന്നർ പൊളിറ്റിക്സ് ഡിസ്കഷനിൽ അവരൊക്കെ പാർട്ടിയെ തിരുത്തണം, അതുണ്ടായിട്ടില്ല. അവിടെയാണ് സ്വരാജിനെ പോലെ ആളുകൾ ഈ പിണറായിൻ്റെയൊക്കെ അരിപ്പറ്റി നടക്കേണ്ടവരല്ല, മനസ്സിലായില്ലേ? ഒരുപാട് കാലമായി അദ്ദേഹം തിരുത്തേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല ഇവിടെ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇവിടുത്തെ ബൂത്തുകളിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഞാൻ പ്രിയപ്പെട്ട സഖാക്കളെന്ന് ഉച്ചരിക്കാത്ത ഒരു പൊതുവെ അവർക്ക് വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയും പറഞ്ഞിട്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതൊരു വസ്തുതയല്ലേ? ഇപ്പോൾ ഇവിടെ വോട്ട് പിടിച്ച് നടക്കുന്ന ആശാ തൊഴിലാളി, ആശാ വർക്കേഴ്സാണ്. എന്തതിൻ്റെ സ്ഥിതി? എന്ത് ന്യായീകരണമാണ് പിണറായിക്ക് അതിനെക്കുറിച്ച് പറയാൻ? 253 രൂപക്ക് ആർക്ക് ജീവിക്കാൻ സാധിക്കും? അപ്പോൾ ഇതൊക്കെ ഒരു വസ്തുതയല്ലേ? ഇന്ന് രാവിലെ പറഞ്ഞത് 75,000-ലും ഭൂരിപക്ഷം വോട്ട് നിൽക്കില്ല എന്നുള്ളതാണ്, 75,000 വോട്ടിൽ കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഈ ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ ഒരു കോൺഫിഡൻസ് തോന്നാനുള്ള, അതിഭീകരമായൊരു കോൺഫിഡൻസ് തോന്നാനുള്ള കാരണം എന്താണ്? അത് ഇന്നലത്തെ എൻ്റെ യാത്രയിൽ, ഇന്നലെ പോളിംഗ് വോട്ടർമാരുടെ ഇടയിൽ എല്ലാ 9, 8 പഞ്ചായത്തും 7 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഞാൻ ഇന്നലെ ഒരുവിധം സ്ഥലത്തൊക്കെ കറങ്ങി പലരെയും പല വിവിധ ഘട്ടങ്ങളിലുള്ള ചില പോയിന്റുകളിൽ വരും. എല്ലാവരും എൻ ബ്ലോക്ക് സപ്പോർട്ടാണ്. നിങ്ങൾ പോയി കിടന്നുറങ്ങുന്നാണ് പറയുന്നത്. ഈ പാലക്കാട് ഇപ്പോൾ അവസാന സമയത്തുണ്ടായ കാട്ടാന ആക്രമണമുള്ള വിഷയങ്ങളൊക്കെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നുള്ള ശക്തിയുണ്ട്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനകോടികളാണ് കേരളത്തിൽ കൂടുതൽ. ഇന്ന് രാവിലെ ബൂത്തിലേക്ക് ഇറക്കുന്ന വോട്ടർമാർക്ക് ദൈവം ഒരു മെസ്സേജ് കൊടുക്കുക. പാലക്കാട് കോങ്ങാട് വീട്ടിൻ്റെ മുറ്റത്ത് ആന ഒരു സഹോദരനെ ചവിട്ടിക്കൊല്ലാണ്. മുണ്ടൂർ, മനസ്സിലായില്ലേ? കോങ്ങാടല്ല, സോറി, മുണ്ടൂർ, അടുത്തടുത്ത പ്രദേശമാണ്. അതൊരു ദൈവം വോട്ടർമാർക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. ഈ ഭീതിയിലാണ് ഇവിടെ. ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന സംഗതിയാണ്. ഭയത്തിൻ്റെ മുൻമുല്ലയിലാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യൻ. 7 മണിക്ക് എത്തുന്ന ഭർത്താവ് 7 മണിക്ക് എത്തിയില്ലെങ്കിൽ പേടിയാണ്. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ, 10 മിനിറ്റ് ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ടെൻഷനാണ്. ആന ചവിട്ടിയോ, പുലി പിടിച്ചോ? രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ പോയി തിരിച്ച് ടാപ്പിങ്ങിന് പോകുന്നത് അതിരാവിലെയാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. 7:30 മണിയാകുമ്പോഴേക്ക് ജോലി കഴിഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. ഒരു 10 മിനിറ്റ് വൈകിയാൽ ഭാര്യയായാലും അമ്മയായാലും നിശ്വാസമാണ്. കാണുമ്പം ദൈവത്തിന് സ്തുതി എന്നറിയാതെ മനസ്സിൽ പോവാം. ആ അവസ്ഥയാണ് ഈ മലയോര മേഖലയിൽ. ആ അവസ്ഥ ഇവിടെ ചർച്ച ചെയ്യേണ്ട 2 മുന്നണികളും. ആ വിഷയത്തിലേക്ക് കടക്കാതെ അന്താരാഷ്ട്ര ബോംബിടലും കാര്യങ്ങളും പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? ആ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന് മുമ്പിൽ വേറെന്ത് രാഷ്ട്രീയം? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കരീമിൻ്റെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ 2 ഒരുമിച്ച്
ഇരുന്നു. പക്ഷേ അന്ന് ഒരുമിച്ച് സദ്യ കഴിച്ചിരുന്നു. എപ്പോഴും കഴിക്കും. ഇപ്പം ഭക്ഷണം എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ഞങ്ങൾ കഴിക്കുമല്ലോ, അതിലൊന്നും കുഴപ്പമില്ല. അവിടെ വരെ പറ്റൂ. ശരീരത്തെ തൊട്ടുള്ള പരിപാടി വേണ്ട. ഈ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായ ബന്ധമാണ്. അതില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ വേണ്ടാന്ന് വെച്ചത്? ഇല്ല, അത് നാളെ കെട്ടിപ്പിടിക്കാം. നാളെ രാവിലെ ഷൗക്കത്ത് വരികയാണെങ്കിൽ കെട്ടിപ്പിടിക്കാം. ഇന്ന് അദ്ദേഹം ഇവിടുത്തെ വോട്ടേഴ്സിനെ മിസ്ഗൈഡ് ചെയ്യാനുള്ള വളരെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന് ചില കുബുദ്ധികളുണ്ട്. അതുകൊണ്ടാണ് വേണ്ട. ഏതായെങ്കിലും അൻവർ ചായ കുടിക്കുകയാണ്. വലിയ പ്രതീക്ഷയിലാണ്. മണ്ഡലത്തിൽ 75,000-ലധികം വോട്ട് നേടി വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല തനിക്ക് അഭിനയം വശമില്ലെന്നും ഇത്തരത്തിൽ ആ കെട്ടിപ്പിടുത്തം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണെന്നുമാണ് അൻവർ പറയുന്നത്. ഏതാണെങ്കിലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ചായ കുടിക്കും.